ചെറുപുഴ രാജഗിരിയിലെ ക്വാറിയിൽ നിന്നും കരിങ്കൽ ഉൽപ്പന്നങ്ങളുമായി പോവുകയായിരുന്ന ടിപ്പർ ലോറികൾ തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ടിപ്പർ ലോറികൾ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ പാസില്ലാതെയാണ് സർവീസ് നടത്തുന്നത് എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. അറസ്റ്റ് ചെയ്ത നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അമിതഭാരം കയറ്റിയ ടിപ്പർ ലോറികൾക്ക് പോലീസ് പിഴ ചുമത്തി. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. രാജഗിരിയിലെ ക്വാറിയിൽ നിന്നും കരിങ്കൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന ടിപ്പർ ലോറികൾ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ പാസില്ലാതെയാണ് സർവീസ് നടത്തുന്നതെന്നാരോപിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ രാജഗിരി ടൗണിൽ ലോറികൾ തടഞ്ഞത്. വിവരമറിഞ്ഞ് ചെറുപുഴ പോലീസ് എത്തി സമവായത്തിന് ശ്രമിച്ചെങ്കിലും ലോറികൾ സർവീസ് നടത്താൻ പ്രതിഷേധക്കാർ അനുവദിച്ചില്ല. ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ ഗോപിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിഷേധക്കാരോട് പിരിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടെങ്കിലും നിയമലംഘനം നടത്തുന്ന ലോറികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യത്തിൽ പ്രതിഷേധക്കാർ ഉറച്ചുനിന്നു. ഇതോടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു. ലോറി ഡ്രൈവർമാരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി. തുടർന്ന് അമിതഭാരം കയറ്റി സർവീസ് നടത്തിയ ലോറികൾക്ക് പിഴ ചുമത്തി വാഹനങ്ങൾ വിട്ടയക്കാൻ പോലീസ് തീരുമാനിച്ചതോടെ കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ പരിസരത്തും പ്രതിഷേധിച്ചു. പിടിച്ച വണ്ടികൾ വിട്ടുകൊടുത്ത പോലീസ് നീതി പാലിക്കുക. നാടിനു വേണ്ടി സമരം ചെയ്ത് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത പോലീസ് നീതി പാലിക്കുക. കൃത്രിമം തടയുക. സമരം സിന്ദാബാദ്. പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറികൾക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. നേതാക്കൾ ഉൾപ്പെടെ 11 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ക്വാറിയിൽ നിന്നും പാസ്സെടുക്കാതെ കരിങ്കൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന ടിപ്പർ ലോറികൾക്കെതിരെ തുടർന്നും പ്രതിഷേധിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.